കറൻസി ക്ഷാമം തുടരുന്നു. പുതിയ 500 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ ലഭ്യമാകുന്നില്ല. നോട്ട് പ്രതിസന്ധി മൂലം ജില്ലയിലെ ചിട്ടിക്കമ്പനികൾ പ്രതിസന്ധിയിൽ. കൊടുങ്ങല്ലൂരിൽ ചികിത്സയിലുള്ള ദളിത് നേതാവ് അനിൽകുമാർ പോലീസ് കാവലിൽ. നിലമ്പൂർ ഏറ്റുമുട്ടലിന്റെ പേര് പറഞ്ഞ് പോലീസ് അന്യായമായി പീഡിപ്പിക്കുകയാണെന്ന് അനിൽകുമാർ. പീഡനക്കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കുന്നംകുളം സ്വദേശി അറസ്റ്റിൽ. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ ആൾ പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണത്തിനായി കാലഘട്ടം കാത്തിരിക്കുകയാണെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേർപെട്ടത് നിർഭാഗ്യകരമാണെന്നും ബിനോയ് വിശ്വം. മണ്ണുത്തി വടക്കുംചേരി റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത സംബന്ധിച്ച് പരാതിയിൽ ദേശീയപാത അധികൃതരോട് ഹൈക്കോടതി വിശദീകരണം തേടി. 10 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് കോടതി. ഇരിങ്ങാലക്കുടയിൽ റേഷൻ വിതരണത്തിനായുള്ള മണ്ണെണ്ണ ഗോഡൌണിൽ വിജിലൻസ് റെയ്ഡ്. അനധികൃതമായി കടത്താൻ ശ്രമിച്ച മണ്ണെണ്ണ പിടിച്ചെടുത്തു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കറൻസി ക്ഷാമം തുടരുന്നു. പുതിയ 500 രൂപ നോട്ട് ബാങ്കുകൾക്ക് ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിയായി തുടരുന്നത്. അതേസമയം ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നോട്ടുകൾ നിക്ഷേപിച്ചാൽ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. ബാങ്കിൽ നിന്ന് സ്ലിപ്പ് എഴുതി തുക എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത്. നിലവിലുള്ള ആഴ്ചയിൽ 24,000 രൂപ മാത്രം എന്ന പരിധി ഈ തുകയ്ക്ക് ബാധകമാകില്ല. എന്നാൽ ATM വഴി മുൻ നിശ്ചയിച്ച പരിധിയിൽ കൂടുതൽ തുക പിൻവലിക്കാനാകില്ല. പ്രാബല്യത്തിലുള്ള നോട്ടുകൾ നിക്ഷേപിച്ച് പണം പിൻവലിക്കുമ്പോൾ 500, 2,000 രൂപ നോട്ടുകളായിരിക്കും നൽകുക. കറൻസി ക്ഷാമം മൂലം ATMകളുടെ പ്രവർത്തനം ഇനിയും കാര്യക്ഷമമാകാത്തതാണ് ജനത്തിനെ വലയ്ക്കുന്നത്. നോട്ട് പ്രതിസന്ധി ജില്ലയിലെ ചിട്ടിക്കമ്പനികളെയും പ്രതിസന്ധിയിലാക്കുകയാണ്. കറൻസി ക്ഷാമം മൂലം വരിക്കാർ കുറി അടയ്ക്കാത്തത് കുറി നടത്തിപ്പിനെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് അവസ്ഥ. 2012 കേന്ദ്ര ചിട്ടി നിയമം വന്നതോടെ ആരംഭിച്ചതാണ് കുറി കമ്പനികളുടെ ദുരവസ്ഥ. ചിട്ടി നിയമം മൂലമുണ്ടായ പ്രതിസന്ധിക്ക് പുറമെ നോട്ട് ക്ഷാമം മൂലമുണ്ടാകുന്ന തിരിച്ചടി കൂടി വന്നതോടെ കുറി കമ്പനികളുടെ തുടർ നടത്തിപ്പ് പോലും അസാധ്യമായി തീർന്നിരിക്കുകയാണ്. കറൻസി ക്ഷാമം മൂലം വരിക്കാർ കുറിയടയ്ക്കുന്നത് പകുതിയോളമായി കുറഞ്ഞതാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി കുറി വിളിച്ചവർക്ക് കുറിസംഖ്യ പണമായി നൽകാനാകാത്തതും പ്രതിസന്ധിയായി മാറുന്നുണ്ട്. അക്കൗണ്ട് മുഖേന കുറിസംഖ്യ കൈമാറിയാലും തുക പിൻവലിക്കാനാകാത്തതും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഈ നോട്ട് അസാധുവാക്കിയതിൻ്റെ വെളിച്ചത്തിൽ കുറികൾ അടയ്ക്കുന്നതിൽ 70% കണ്ട് കുറവാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആവശ്യമായ ഫണ്ട് ബാങ്കിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുറിക്കമ്പനിയെ സംബന്ധിച്ച് ഞങ്ങൾ കൊടുക്കുന്ന ആ പേയ്മെൻറ്റുകൾ അവരുടെ അക്കൗണ്ടിൽ വന്നാലും അവർക്ക് പിൻവലിക്കാൻ പറ്റാത്ത വലിയൊരു പ്രയാസമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി നീണ്ടും പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക ചിട്ടിക്കമ്പനികൾ തന്നെയും ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഈ സ്ഥിതി തുടർന്നാൽ തൃശൂരിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന ചിട്ടി കമ്പനികളുടെ നടത്തിപ്പിന് തന്നെ വലിയ ഭീഷണിയായി മാറിത്തീരുമെന്നാണ് വിലയിരുത്തൽ. കേന്ദ്ര ചിട്ടി നിയമമനുസരിച്ച് ദീർഘദൂര കുറികൾ തുടങ്ങാനാകാത്തതും കുറികൾ രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളും കുറിസംഖ്യ നേരത്തെ കെട്ടിവെക്കണമെന്നതടക്കമുള്ള കർശന നിയന്ത്രണങ്ങളും ഈ മേഖലയെ നേരത്തെ തന്നെ തളർത്തിയിരുന്നു. പതുക്കെ അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനിടയിലാണ് അതിനേക്കാൾ രൂക്ഷമായ നോട്ട് പ്രതിസന്ധി വന്നെത്തിയിട്ടുള്ളത്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് സഹകരണ മേഖലയോട് സർക്കാർ പുലർത്തുന്ന ചിറ്റമ്മ നയത്തിന് സമാനമാണ് നേരത്തെ ചിട്ടിക്കമ്പനികളോട് സർക്കാർ പുലർത്തിയ സമീപനം. സർക്കാരിന്റെ ധനകാര്യ സ്ഥാപനമായ KSFEയോട് ഉദാരമായ സമീപനം പുലർത്തുമ്പോൾ ചിട്ടി കമ്പനികളെ ദ്രോഹിക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്നതെന്നാണ് ഈ രംഗത്തുള്ളവരുടെ പക്ഷം. KSFE പോലുള്ളവർക്ക് എല്ലാ റൂൾസും അവർക്ക് വളരെ ലിബറലായിട്ട് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ ഏത് കാര്യം അവിടെ കൊടുത്താൽ അത് അനുവദിക്കുകയും ഞങ്ങളിൽ ഏതെങ്കിലും ഒരു വള്ളിയോ പുള്ളിയോ കുറവുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ മാറ്റിയിടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. രജിസ്ട്രേഷൻ വകുപ്പിലെ ജീവനക്കാരുടെ കുറവടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ചിട്ടി കമ്പനിക്കാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്നത്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് പണമായി കുറിസംഖ്യ അടയ്ക്കുന്ന പതിവ് വരിക്കാർ തെറ്റിക്കുന്ന സാഹചര്യം കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന ചർച്ചകളും സജീവമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുറി കമ്പനികളുള്ള ജില്ലയിൽ കുറികൾ സാമ്പത്തിക സുരക്ഷയുടെ മൂലക്കല്ലുകളായിരുന്ന ഒരു സമൂഹത്തിന്റെ പാരമ്പര്യശീലങ്ങളെയും സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകളെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുകയാണ് പുതിയ സാമ്പത്തിക പരിഷ്കാരവും നോട്ട് ക്ഷാമവും. TCV ന്യൂസ്, തൃശൂർ. നിലമ്പൂർ ഏറ്റുമുട്ടലിന്റെ പേര് പറഞ്ഞ് പോലീസ് അന്യായമായി പീഡിപ്പിക്കുകയാണെന്ന് ആശുപത്രിയിൽ കഴിയുന്ന ദളിത് നേതാവ് അനിൽകുമാർ പറഞ്ഞു. ഇതേസമയം അനിൽകുമാറിന് പോലീസ് കാവൽ ഏർപ്പെടുത്തി. മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്ന പോലീസിന്റെ വാദം തെറ്റാണെന്ന് അനിൽകുമാർ TCVയോട് പറഞ്ഞു.
കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എറണാകുളം വടക്കുംപുറം സ്വദേശിയായ തൈവെപ്പ് പറമ്പിൽ അനിൽകുമാർ. താൻ ദളിത് ക്ഷേമത്തിനായാണ് പ്രവർത്തിക്കുന്നതെന്നും നിലമ്പൂർ ഏറ്റുമുട്ടൽ നടന്ന ദിവസങ്ങളിൽ താൻ ചികിത്സയിലായിരുന്നുവെന്നും അനിൽകുമാർ പറഞ്ഞു. മാവോയിസ്റ്റ് സംഘടനകളുമായി തനിക്ക് ബന്ധമില്ലെന്നും മാവോയിസ്റ്റ് ആശയങ്ങളെ അനുകൂലിക്കുന്നില്ലെന്നും അനിൽകുമാർ വ്യക്തമാക്കി. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തന്നെ വേട്ടയാടുന്നതെന്ന് അറിയില്ലെന്നും അനിൽകുമാർ പറഞ്ഞു. പോലീസ് നടപടിയെ താൻ നിയമപരമായി നേരിടുമെന്നും ആവശ്യമെങ്കിൽ ഇതര സംഘടനകളുടെ സഹായം സ്വീകരിക്കുമെന്നും അനിൽകുമാർ പറഞ്ഞു. എറണാകുളം ജില്ലയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന താൻ തിരുവനന്തപുരത്തെ കല്ലമ്പലത്ത് സുഹൃത്തുക്കളെ കാണാൻ പോയപ്പോഴാണ് കാൽ തെറ്റിവീണ് നട്ടെല്ലിന് ക്ഷതമേറ്റതെന്നും കൊടുങ്ങല്ലൂരിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സ തേടുകയായിരുന്നുവെന്നും അനിൽകുമാർ പറയുന്നു. താൻ ആശുപത്രിയിലായതിനെ തുടർന്ന് തന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷ ഓടിക്കാൻ ഏൽപ്പിച്ച ഡ്രൈവർ പോലീസിന്റെ ഭീഷണിയെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചതായി അനിൽകുമാർ കുറ്റപ്പെടുത്തി. ദളിത് പ്രവർത്തകനായ തന്റെ ജീവിതവും പ്രവർത്തനവും തുറന്ന പുസ്തകമാണെന്നും തനിക്ക് ഒന്നും ഒളിച്ചുവെക്കാനില്ലെന്നും അനിൽകുമാർ വ്യക്തമാക്കി. എന്നാൽ അനിൽകുമാറിന് മാവോയിസ്റ്റ് ബന്ധമുണ്ടെന്ന വിശ്വാസത്തിലാണ് പോലീസ്. സംശയത്തെ തുടർന്ന് അനിൽകുമാറിന് പോലീസ് കാവലേർപ്പെടുത്തി. അനിൽകുമാറിന്റെ മുറിയുടെ എതിർവശത്തുള്ള മുറിയിൽ 24 മണിക്കൂറും സായുധ പോലീസ് കാവലുണ്ട്. അനിൽകുമാറിന്റെ നീക്കങ്ങളും സന്ദർശകരെയും പോലീസ് കർശനമായി നിരീക്ഷിച്ചു വരികയാണ്. നട്ടെല്ലിനും കൈക്കും ക്ഷതമേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയ അനിൽകുമാറിനെ ഇതിനകം നിലമ്പൂർ പോലീസ് ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കല്ലമ്പലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് തനിക്ക് നട്ടെല്ലിന് ക്ഷതമേറ്റതെന്ന അനിൽകുമാറിന്റെ വാദം പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. നിലമ്പൂർ ഏറ്റുമുട്ടൽ നടന്ന ദിവസം സംഭവസ്ഥലത്ത് അനിൽകുമാർ ഉണ്ടായിരുന്നുവെന്ന നിഗമനത്തിൽ പോലീസ് ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പീഡനക്കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 3,90,000 രൂപ തട്ടിയെന്ന പരാതിയിൽ കുന്നംകുളം സ്വദേശി അറസ്റ്റിൽ. ഗുരുവായൂർ നഗരസഭ മുൻ സെക്രട്ടറി രഘുരാമന്റെ പരാതിയിൽ കുന്നംകുളം സ്വദേശി കരിപ്പോട്ട് വിനോദിനെയാണ് ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. പണം നൽകിയതിനു ശേഷം വീണ്ടും 30 ലക്ഷം രൂപ ആവശ്യപ്പെട്ട വിനോദ് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. കഴിഞ്ഞ 23-നാണ് രഘുരാമൻ പരാതി നൽകിയത്. അന്ന് തന്നെ സെക്രട്ടറി സ്ഥലം മാറിപ്പോവുകയും ചെയ്തിരുന്നു. പിന്നീട് സെക്രട്ടറി പീഡിപ്പിച്ചുവെന്ന് 21-കാരി ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. ഈ കേസിൽ സെക്രട്ടറിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയയാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കളമശ്ശേരി ഏലൂർ റോഡ് ശ്രീദർശൻ വീട്ടിൽ പ്രസാദാണ് അറസ്റ്റിലായത്. പറപ്പൂക്കരയിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്ന യൂണിറ്റിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് പണം വാങ്ങുവാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് പിടിയിലായത്. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ യൂണിറ്റ് ഉടമ തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുകയായിരുന്നു. SI V സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ സമാനമായ കേസ് കൊടുങ്ങല്ലൂരിലും ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഭിന്നിപ്പിന്റെ തലങ്ങൾ മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണത്തിനായി കാലഘട്ടം കാത്തിരിക്കുകയാണെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം ബിനോയ് വിശ്വം പറഞ്ഞു. CPI നാട്ടിക മണ്ഡലം കമ്മിറ്റി വലപ്പാട് ചന്തപ്പടിയിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏർപ്പെട്ടത് നിർഭാഗ്യകരമാണ്. സമ്പാദിച്ചുണ്ടാക്കിയ പണമെടുക്കാൻ ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുന്നവരെ കള്ളപ്പണക്കാരെന്ന് പറഞ്ഞ മോദി സ്വയം കണ്ണാടി നോക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിജയ് മല്യ, ലളിത് മോദി ഉൾപ്പെട്ട കള്ളപ്പണക്കാർ രാജ്യം വിടുന്നത് തടയാൻ മോദി സർക്കാരിന് കഴിഞ്ഞില്ല. കള്ളപ്പണക്കാർക്ക് രാവും പകലും കഞ്ഞിവെച്ചു കൊടുക്കുന്ന പെരുംകള്ളനാണ് നരേന്ദ്രമോദി. കള്ളപ്പണത്തെ അകറ്റി നിർത്താൻ കെൽപ്പുള്ള പാർട്ടി CPI മാത്രമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM ജയദേവൻ അധ്യക്ഷനായിരുന്നു. ഗീതാ ഗോപി MLA, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ്, PK ശശിധരൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണുത്തി വടക്കുംചേരി ഭാഗത്ത് നടക്കുന്ന റോഡിന്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണെന്നുള്ള പരാതിയിൽ ദേശീയപാത അധികൃതരോട് ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷ ഉറപ്പുവരുത്താതെയാണ് പണികൾ നടത്തുന്നതെന്നും പീച്ചി ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ മലിനവസ്തുക്കളിട്ട് കുടിവെള്ള സ്രോതസ്സുകൾ നികത്തുകയാണെന്നും കാണിച്ച് DCC ജനറൽ സെക്രട്ടറി ഷാജി J കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് 10 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ഷാജി P ചാലി ഉത്തരവിൽ വ്യക്തമാക്കി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം, നിലവിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവാണെന്നും ഇതുമൂലം യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് ഉണ്ടാകുന്നതെന്നും പരാതിയിൽ പറയുന്നു. ഇരിങ്ങാലക്കുട മാർക്കറ്റിന് സമീപം റേഷൻ വിതരണത്തിനായുള്ള മണ്ണെണ്ണ ഗോഡൌണിൽ വിജിലൻസ് റെയ്ഡ്. അനധികൃതമായി കടത്താൻ ശ്രമിച്ച 635 ലിറ്റർ മണ്ണെണ്ണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. TP ജോസിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലാണ് പരിശോധന നടന്നത്. ഗോഡൌണിൽ നിന്നും
പെട്ടി ഓട്ടോറിക്ഷയിൽ 4 വീപ്പുകളിലായി കടത്താൻ ശ്രമിച്ച മണ്ണെണ്ണയാണ് പിടികൂടിയത്. കഴിഞ്ഞ 26-ന് റേഷൻ കടയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ബില്ല് ഉപയോഗിച്ചാണ് മണ്ണെണ്ണ കടത്താൻ ശ്രമിച്ചത്. വിജിലൻസ് ഡയറക്ടർക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് പരിശോധന. അളവിൽ കുറവ് മണ്ണെണ്ണ നൽകുന്നുണ്ടെന്നും അനധികൃതമായി മണ്ണെണ്ണ കരിഞ്ചന്തയിലേക്ക് കടത്തുന്നുണ്ടെന്നുമാണ് പരാതിയായിരുന്നത്. വിജിലൻസ് CI KT സലിൽകുമാർ, ലീഗൽ മെട്രോളജി സീനിയർ ഇൻസ്പെക്ടർ ജോയ് വർഗീസ്, SI കൃഷ്ണൻ, ASI ഷാജി, സീനിയർ CPMമാരായ ആമോദ്, സന്തോഷ് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കേസ് ഇരിങ്ങാലക്കുട പോലീസിന് കൈമാറി. സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയ മോദി സർക്കാരിനെയും BJP NDA നേതാക്കളെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച വ്യവസായ മന്ത്രി AC മൊയ്തീൻ. നോട്ട് നിരോധനത്തിന്റെ മറവിൽ സ്വകാര്യ ബാങ്കുകളെ സഹായിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഇതിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും വ്യവസായ മന്ത്രി മൊയ്തീൻ പറഞ്ഞു. തൃശൂർ സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ ശതാബ്ദി വർഷപ്രഖ്യാപനവും അയ്യന്തോൾ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രിയെ അനുവദിക്കാത്തതിൽ രാഷ്ട്രീയമുണ്ട്. ഇത് വിലക്കിയതിന് പിന്നിൽ കേരളത്തിലെ നേതാക്കളുമുണ്ട്. പാവപ്പെട്ടവർ പണം നിക്ഷേപിക്കുന്ന സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണമാണ് ഉള്ളതെന്ന് BJP നേതാക്കൾ അസത്യ പ്രചാരണം നടത്തുകയാണെന്നും AC മൊയ്തീൻ ആരോപിച്ചു. ഭരണഘടനയുള്ള ഒരു രാജ്യത്തുള്ള ഒരു സ്റ്റേറ്റിനുള്ള അവകാശങ്ങൾ നിഷേധിച്ച് അതിന്റെ മുഖ്യമന്ത്രിയെ പോലും കാണാൻ തയ്യാറാകാതെ ഈ രീതിയിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ഇങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ പുറകിൽ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം ഇപ്പോൾ വെളിച്ചത്താവുക. ഈ നിക്ഷേപം സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയും. കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ നിക്ഷേപത്തിൽ ഈ കഴുകൻ കണ്ണുള്ള പുതുതലമുറ ബാങ്കുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് ഈ സഹകരണ സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സഹകരണ സ്ഥാപനങ്ങളെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു അവസരമായി ഈ നോട്ട് 500-ഉം 1000-ത്തിന്റെയും പിൻവലിച്ച ഈ അവസരം പ്രയോജനപ്പെടുത്തുന്ന ബുദ്ധി രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് ഈ കേരളം വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകൾക്ക് ഇടപാടുകൾ നടത്താൻ അനുമതി നൽകാത്തത് വിവേചനവും നീതി നിഷേധവുമാണ്. സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണമുണ്ടെങ്കിൽ ആദായ വകുപ്പ് കണ്ടെത്തി പിഴ ഈടാക്കണം. സഹകരണ ബാങ്കിലെ ഒരു നിക്ഷേപവും നഷ്ടമാകില്ലെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും മന്ത്രി പറഞ്ഞു. സംഘം പ്രസിഡന്റ് KR സുരേഷ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് ഓർമ്മമരം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര താരം ജോജു, പിന്നണി ഗായകൻ അനൂപ് ശങ്കർ, സഹകരണ ജോയിന്റ് രജിസ്ട്രാർ TK സതീഷ് കുമാർ, കൗൺസിലർ A പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. നോട്ട് പ്രതിസന്ധിക്കെതിരെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പ്രമേയം പാസാക്കി. പ്രമേയത്തെ എതിർത്ത BJP കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകൾ ബഹിഷ്കരിച്ച കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടി തൃശൂർ കോർപ്പറേഷന്റെ പ്രവർത്തനത്തെ എത്രമാത്രം ബാധിച്ചുവെന്നുള്ള ഭരണപക്ഷ കൗൺസിലർ P കൃഷ്ണൻകുട്ടിയുടെ ചോദ്യമാണ് കൗൺസിൽ യോഗത്തിൽ നോട്ട് പ്രതിസന്ധിയെക്കുറിച്ചുള്ള പ്രത്യേക ചർച്ചയ്ക്ക് വഴിവെച്ചത്. നോട്ട് പ്രതിസന്ധിയെ ഭരണപക്ഷവും പ്രതിപക്ഷവും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചപ്പോൾ BJPയുടെ 6 അംഗങ്ങളും ഇതിനെ എതിർത്തു. പ്രതിപക്ഷ കൗൺസിലർ A പ്രസാദും ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തെയും ആവശ്യമുന്നയിച്ചതിനെ തുടർന്ന് മേയർ അജിത ജയരാജൻ പ്രമേയത്തിന് അനുമതി നൽകി. ഇതിൽ പ്രതിഷേധിച്ച് BJP അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് കോർപ്പറേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. അടുത്ത ആഴ്ചയോടെ വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുമെന്നും അതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണെന്നും മേയർ വ്യക്തമാക്കി. പഴയ ലിസ്റ്റിൽ മാറ്റമില്ലെന്നും പുതുതായി ആരെയും ചേർക്കില്ലെന്നും മേയർ പറഞ്ഞു. എന്നാൽ പഴയ ലിസ്റ്റിൽ അനർഹർ ഉണ്ടെന്നും അതിനാൽ ഈ വിഷയത്തിൽ പരിശോധന വേണമെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസിയും ഭരണപക്ഷ കൗൺസിലർ അനൂപ് ഡേവിസ് കാടയും ആവശ്യപ്പെട്ടു. അഞ്ചേരി സ്വർണ്ണാഭരണശാലയിൽ നിന്നുള്ള ആസിഡ് മാലിന്യം മൂലം സമീപത്തെ കിണറുകൾ മലിനമാകുന്നുവെന്ന പരാതിയും യോഗത്തിൽ ഉയർന്നു. TCV ന്യൂസ് തൃശൂർ. തൃശൂർ നഗരത്തിലെ കുടിവെള്ള വിതരണത്തിലെ അപാകത പരിഹരിക്കുമെന്ന് കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ പറഞ്ഞു. നഗരത്തിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളം മഞ്ഞ നിറത്തിലുള്ളതാണെന്നും കുടിവെള്ളത്തിലൂടെ പുഴുക്കൾ വരുന്നതായും TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കൗൺസിലർ ജോൺ ഡാനിയലാണ് ഈ വിഷയം കൗൺസിലിൽ ഉന്നയിച്ചത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര നടപടി കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയതായി മേയർ കൗൺസിലിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിനെ CPM സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തി. പ്രത്യേക ക്ഷണിതാവായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. CPM സംസ്ഥാന സമിതിയിൽ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ക്ഷണിതാവായതോടെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളുടെ എണ്ണം 5 ആയി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ, മന്ത്രി AC മൊയ്തീൻ, CPM ജില്ലാ സെക്രട്ടറി K രാധാകൃഷ്ണൻ, NR ബാലൻ എന്നിവരാണ് CPM സംസ്ഥാന സമിതിയിലെ മറ്റംഗങ്ങൾ.
ചേറ്റുവ ചന്ദനക്കുളം ജാറത്തിൽ നിന്ന് ചന്ദനമരം മുറിച്ച് കടത്തിയ കേസിൽ മുഖ്യപ്രതി ഉൾപ്പെടെ 2 പേരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി സ്വദേശികളായ കൊല്ലരുത്തുടിയിൽ ഉമ്മർ, പാറക്കാട് തൊട്ടിയിൽ കുഞ്ഞാലി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 4.5 കിലോ ചന്ദനവും പിടിച്ചെടുത്തു. കേസിൽ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. മഹല്ല് കമ്മിറ്റിയിലെ മുൻ ഭാരവാഹികൾ ഉൾപ്പെട്ട കേസിൽ 7 പ്രതികളാണ് ഉള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ കെ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ ആനയുടെ അമിത വളർച്ചയുള്ള കൊമ്പുകൾ മുറിച്ച സംഭവത്തിൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. വനംവകുപ്പിന്റെ ഡാറ്റാ ബുക്ക് ലഭിച്ചിട്ടുള്ള ആന കളരിക്കാവ് അമ്പാടിക്കണ്ണന്റെ കൊമ്പുകളാണ് വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ ഉടമ മുറിച്ചത്. കേരള നാട്ടാന പരിപാലന ചട്ടപ്രകാരം നാട്ടാനയുടെ അമിത വളർച്ചയുള്ള കൊമ്പുകൾ മുറിക്കണമെങ്കിൽ മുഖ്യ വന്യജീവി പരിപാലകന്റെ പ്രത്യേക അനുമതി വേണം എന്നാണ് നിയമം. എന്നാൽ ഈ ചട്ടം ലംഘിച്ചാണ് അമ്പാടിക്കണ്ണന്റെ കൊമ്പുകൾ മുറിച്ചു നീക്കിയത്. വനംവകുപ്പിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഓഫീസർ ES സദാനന്ദന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയാണ് ആനയുടെ ഉടമ ഇരിങ്ങപ്പുറം മാത്രംകോട്ട് നിധിന്റെ പേരിൽ വനംവകുപ്പ് കേസെടുത്തത്. എയ്യാലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിട്ടുള്ള ആനയെ കോന്നി വനംവകുപ്പ് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥൻ CS ജയകുമാർ പരിശോധിച്ച് അമിത വളർച്ചയുള്ള കൊമ്പുകൾ മുറിച്ച് നീക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. ഭാഷാശുദ്ധിക്ക് നേരെയുള്ള മലയാളികളുടെ ഉദാസീന മനോഭാവം മാറണമെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ദ്വിദിന പ്രൂഫ് വായനാ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വൈശാഖൻ. മാറിവരുന്ന മനുഷ്യാനുഭവങ്ങൾ ഉൾക്കൊണ്ട് ഭാഷ വികസിപ്പിച്ച് ഭാഷാശുദ്ധി ഉറപ്പുവരുത്താൻ മലയാളികൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. KP ശങ്കരൻ, കടാങ്കോട് പ്രഭാകരൻ, KK യതീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ അസൗകര്യങ്ങളാണ് അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് രക്ഷിതാക്കളെ ആകർഷിക്കുന്നതെന്നും നഷ്ടത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു സ്കൂളും പൂട്ടില്ലെന്നും വ്യവസായ മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം മുണ്ടത്തിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈത്തറി മേഖലയുടെ സംരക്ഷണം കൂടി കണക്കിലെടുത്ത് 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൈത്തറി വസ്ത്രങ്ങൾ നൽകും. ഇതിനായി വ്യവസായ വകുപ്പ് 82 കോടിയുടെ അനുമതി നൽകിയിട്ടുണ്ട്. കടുത്ത വരൾച്ചയെ നേരിടാൻ പോകുന്ന ഈ ഘട്ടത്തിൽ വിദ്യാർത്ഥികളെ പങ്കാളികളാക്കി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരങ്ങളായ നന്ദകിഷോർ, രചന നാരായണൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം മേരി തോമസ്, MR അനൂപ് കിഷോർ, AEO PV സിദ്ദിഖ്, ജനറൽ കൺവീനർ S ശശികല തുടങ്ങിയവർ പങ്കെടുത്തു. കോലഴിയിൽ കണ്ടെത്തിയ ലേബർ ക്യാമ്പിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ 3 ദിവസത്തിനകം മാറ്റിപ്പാർപ്പിക്കാൻ പോലീസും ആരോഗ്യവകുപ്പും നിർദ്ദേശിച്ചു. TCV തേടൈ വാർത്തയെ തുടർന്നാണ് നടപടി. കോലഴിയിൽ 40ഓളം ഇതര സംസ്ഥാന തൊഴിലാളികൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ തിങ്ങിപ്പാർക്കുന്നത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. സെപ്റ്റിക് മാലിന്യങ്ങളിൽ നിന്നുള്ള ദുർഗന്ധം മൂലം നാട്ടുകാർ പരിശോധന നടത്തിയപ്പോഴാണ് ലേബർ ക്യാമ്പിലെ വൃത്തിഹീനമായ അന്തരീക്ഷം ബോധ്യമായത്. കോലഴി പഞ്ചായത്തിന് കീഴിലുള്ള പാമ്പൂർ ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥാപനത്തിനെതിരെ നോട്ടീസ് നൽകിയിരുന്നു. വിയൂർ പോലീസ് ഇടപെട്ട് കരാറുകാരനുമായി ചർച്ച നടത്തി 3 ദിവസത്തിനകം ഇവിടെ നിന്നും ഇതര സംസ്ഥാനക്കാരായ നിർമ്മാണ തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. UDF-ഉം LDF-ഉം കള്ളപ്പണക്കാർക്ക് വേണ്ടി സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുകയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ പറഞ്ഞു. കള്ളപ്പണ സഹകരണ മുന്നണിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി BJPയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്ക് പറയുന്ന ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നതാണ് BJPയുടെ നിലപാട്. സഹകരണ ബാങ്കുകളിലെ കോടിക്കണക്കിന് രൂപ സാധാരണക്കാരുടേതല്ല, മറിച്ച് കള്ളപ്പണക്കാരുടെയാണ്. സഹകരണ മേഖലയിലെ 40% പണം കള്ളപ്പണക്കാരുടേതാണെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനങ്ങളെ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതും സഹകരണ മുന്നണികളുടെ നിലപാടിനെതിരെയുമായി BJP സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് അധ്യക്ഷത വഹിച്ചു. ദേശീയ സമിതി അംഗം P ശ്രീരാമൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നിലപാടുകളും നയങ്ങളും അംഗീകരിക്കപ്പെടുന്നതിനാലാണ് പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നുവരുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. CPI ML വിട്ട് CPIയിൽ അംഗത്വമെടുത്തവരെ സ്വീകരിക്കാൻ കോതകുളത്ത് നടത്തിയ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIയുടെയും മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ശക്തിപ്പെടുന്നത് വർത്തമാനകാലം നേരിടുന്ന സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നും വത്സരാജ് പറഞ്ഞു. രാജൻ പട്ടാട്ട് അധ്യക്ഷനായിരുന്നു. AIYF ജില്ലാ പ്രസിഡന്റ് KP സന്ദീപ്, PN സുജിന്ത്, M സ്വർണലത, KM ജയദേവൻ എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ മദ്യം വാങ്ങാൻ ഇനി വരി നിൽക്കേണ്ട, വെയിലും മഴയും കൊള്ളേണ്ട. ബിവറേജസിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റിൽ വിൽപ്പന പൊടിപൊടിക്കുന്നു.
തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും കോഴിക്കോടിനും ശേഷം മദ്യ സൂപ്പർ മാർക്കറ്റ് തൃശൂരിലും. ശക്തൻ സ്റ്റാൻഡിന് സമീപം കണ്ണംകുളങ്ങര റോഡിലാണ് 3 നിലകളിലുള്ള മദ്യവിൽപ്പനശാല തുറന്നിട്ടുള്ളത്. നിലവിൽ ഒരു നിലയിലാണ് മദ്യക്കുപ്പികൾ നിരത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ 3 നിലയിലുമായി ഷോപ്പ് വിപുലീകരിക്കും. ഇവിടെ മദ്യം വാങ്ങാനെത്തിയാൽ വരി നിൽക്കേണ്ടതില്ല, മുഖവും മറക്കേണ്ട. സൂപ്പർ മാർക്കറ്റിലേതുപോലെ ഇഷ്ടമുള്ള സാധനം റാക്കുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അല്പം സമയമെടുത്താലും വിരോധമില്ല. പക്ഷേ ലോക്കൽ ബ്രാൻഡുകൾ ഇവിടെ ലഭ്യമാകില്ല. ബ്രാൻഡ് ഫുള്ളിന് 570 രൂപയ്ക്ക് മുകളിൽ വിലയുള്ളത് മാത്രം. വിസ്കി, റം, വൈൻ എന്നിവയുടെ വിവിധ ബ്രാൻഡുകൾ ഉണ്ടെങ്കിലും കുറഞ്ഞ വിലയിലുള്ളവ ഇല്ല. അതുപോലെ ക്വാർട്ടർ കുപ്പികളും ലഭ്യമാവില്ല. ഹാഫ് ബോട്ടിൽ ഉണ്ടെങ്കിലും വില കൂടിയ ബ്രാൻഡിൻ്റെതാണെന്ന് മാത്രം. തണുപ്പിച്ച ബീറും ലഭിക്കും. പുതിയ ഔട്ട്ലെറ്റുകൾക്ക് അനുമതിയില്ലാത്തതിനാൽ ശക്തനിലെ ബീവറേജസ് ഔട്ട്ലെറ്റ് പൂട്ടിയതിനു ശേഷം അതേ ലൈസൻസ് നമ്പറിലാണ് മദ്യ സൂപ്പർ മാർക്കറ്റ് തുറന്നിരിക്കുന്നത്. തുറന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടുത്തെ കച്ചവടം 11 ലക്ഷം രൂപയുടേതായിരുന്നു. വിശാലമായ മദ്യശാല കാണാനും സെൽഫി എടുക്കാനും മാത്രമായും ഇവിടെ എത്തുന്നവരുമുണ്ട്. പക്ഷേ കടയിൽ സ്വൈപ്പിംഗ് മെഷീൻ ഇല്ല എന്നതിൽ വാങ്ങാനെത്തുന്നവർക്കുള്ള നിരാശ ചെറുതല്ല. മദ്യപിക്കുന്നവർക്ക് ഇരട്ടി മധുരവുമായി കൺസ്യൂമർ ഫെഡിന്റെ പുതിയ ഷോറൂമും തൃശൂരിൽ ആരംഭിക്കാനിരിക്കുകയാണ്. മുഴുവനായും എയർ കണ്ടീഷനിംഗ് ചെയ്ത ഷോറൂമായിരിക്കും പുതിയത്. TCV തൃശൂർ. അബ്കാരി കേസിൽ പ്രതികൾക്ക് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 8 വർഷം വീതം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതികളായ നടുവിൽപ്പുരയ്ക്കൽ രവീന്ദ്രൻ മകൻ രാജീവ്, വടേരിയാട്ടിൽ അമ്മാളു മകൻ അച്യുതൻ എന്നിവരെയാണ് സെഷൻസ് ജഡ്ജ് ആർ വിനായകറാവു ശിക്ഷിച്ചത്. ചാരായം വാറ്റുകയും ചാരായം കടത്തുകയും ചെയ്ത കേസിലാണ് പ്രതികളെ ശിക്ഷിച്ചത്. TCV തേടായി. വിൽവട്ടം മേഖലയിലേക്കുള്ള കുടിവെള്ള വിതരണ കേന്ദ്രമായ വില്ലടം പമ്പ് ഹൌസ് കാട് പിടിച്ച് അനാഥാവസ്ഥയിൽ. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഇടപെട്ട് പമ്പ് ഹൌസ് ശുചീകരിച്ചു. സിറ്റിസൺ ജേർണലിസ്റ്റ് TV ബേബിയാണ് വാർത്താ ദൃശ്യം അയച്ചു നൽകിയത്. വർഷങ്ങളായി കാട് പിടിച്ച് അനാഥമായി കിടക്കുകയായിരുന്നു പമ്പ് ഹൌസ്. വരാൻ പോകുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം മുൻകൂട്ടി കണ്ടാണ് നാട്ടുകാർ ഇടപെട്ട് കുടിവെള്ള സ്രോതസ്സും പരിസരവും വൃത്തിയാക്കിയത്. MP ഫണ്ട് ഉപയോഗിച്ച് 2002-2003 കാലഘട്ടത്തിൽ നിർമ്മിച്ച പമ്പ് ഹൌസിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ കോർപ്പറേഷൻ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കൗൺസിലർമാരായ ശാന്താപ്പു, P കൃഷ്ണൻകുട്ടി, K മുരളീധരൻ, നിഖിൽ കുഴിക്കാട് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരത്തിലെ ഫുട്പാത്ത് കച്ചവടവും ഹൈക്കോടതി വിധി ലംഘിച്ചുള്ള മത്സ്യക്കച്ചവടവും അടിയന്തരമായി നിർത്തലാക്കാൻ പോലീസ് സഹായം തേടാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. മത്സ്യക്കച്ചവടത്തിന് ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ ഒത്താശ ഉണ്ടെന്നുള്ള ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം ആരോഗ്യ വിഭാഗം സൂപ്രണ്ട് നിഷേധിച്ചു. ജീവനക്കാരുടെ അപര്യാപ്തതയാണ് നടപടി സ്വീകരിക്കാൻ തടസ്സമെന്നും സൂപ്രണ്ട് പറഞ്ഞു. എന്നാൽ കണ്ടിൻജന്റ് ജീവനക്കാരെ ഉപയോഗിച്ച് ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടി ഉടൻ മത്സ്യക്കച്ചവടം അവസാനിപ്പിക്കണമെന്നായിരുന്നു കൗൺസിൽ തീരുമാനം. ഫുട്പാത്ത് കച്ചവടക്കാർക്ക് ഒഴിഞ്ഞു പോകാൻ അറിയിപ്പ് നൽകിയതായും 30-നകം ഒഴിഞ്ഞു പോകാത്തവരെ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇതിനായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നഗരത്തിലെ ഓഡിറ്റോറിയങ്ങൾ വൻതോതിൽ നികുതി വെട്ടിക്കുന്നതായി കൗൺസിലർ സോമൻ ചെറുകുന്ന് പറഞ്ഞു. ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്കനുസരിച്ച് 187 പേർക്ക് ജില്ലയിൽ എയ്ഡ്സ് രോഗബാധ കണ്ടെത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K സുഹിത പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ജനുവരി മുതൽ ഒക്ടോബർ വരെ 5 ലക്ഷത്തോളം പേർ HIV പരിശോധനയ്ക്ക് വിധേയമായി. ഇതിൽ 1199 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ജില്ലയിൽ 2000-ഓളം പേർക്ക് HIV സ്ഥിരീകരിച്ചതായി DMO പറഞ്ഞു. സഹകരണ മേഖലയെ രക്ഷിക്കുക, നോട്ട് ക്ഷാമം പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MT തോമസ് അധ്യക്ഷത വഹിച്ചു. CB കുര്യാക്കോസ്, ബേബി മാത്യു, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ബേബി നെല്ലിക്കുഴി, അഡ്വക്കേറ്റ് CA ജോണി തുടങ്ങിയവർ പങ്കെടുത്തു. മലയാളക്കരയാകെ തരംഗമായി മാറിയ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന സിനിമയുടെ ശില്പികൾക്ക് സാംസ്കാരിക നഗരിയിൽ ആവേശോജ്വല വരവേൽപ്പ്. അമർ അക്ബർ അന്തോണി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം നാദിർഷ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ മികച്ച അഭിപ്രായങ്ങൾ നേടിയാണ് റിലീസിംഗ് കേന്ദ്രങ്ങളിലടക്കം പ്രദർശനം തുടരുന്നത്.
ഇതിനിടയിലാണ് സംവിധായകൻ നാദൃഷയും കട്ടപ്പനയിലെ ഋതിക് റോഷനായി എത്തി വെള്ളിത്തിരയിലെ മിന്നും താരമായി മാറിയ നായകൻ വിഷ്ണു ഉണ്ണികൃഷ്ണനും ചിത്രം പ്രദർശിപ്പിക്കുന്ന തൃശൂരിലെ ഗിരിജ തിയേറ്ററിലെത്തി ആരാധക അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. തിയേറ്ററിലെത്തിയ ഇരുവരെയും ആരാധകരും തിയേറ്റർ ഭാരവാഹികളും സ്വീകരിച്ചു. തുടർന്ന് ചിത്രത്തിന്റെ വിജയാഘോഷം പങ്കുവെക്കാനായി തയ്യാറാക്കിയ കേക്ക് നാദൃഷയും വിഷ്ണുവും ചേർന്ന് മുറിച്ചു. ഗിരിജ തിയേറ്റർ മാനേജർ രാമകൃഷ്ണൻ നാദൃഷയെ ചടങ്ങിൽ ആദരിച്ചു. നല്ല സിനിമകളെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നതിന്റെ തെളിവാണ് കട്ടപ്പനയിലെ ഋതിക് റോഷന്റെ വിജയമെന്ന് നാദൃഷ TCVയോട് പറഞ്ഞു. സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമയ്ക്ക് ജനങ്ങൾ കൂടെയുണ്ടെന്ന് ഒരു വിശ്വാസം ഇനി വരുന്ന തലമുറയ്ക്ക് കൊടുത്ത പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. ഒരു സിനിമയ്ക്ക് ഏറ്റവും നല്ല കഥയാണ് ഹീറോ, അല്ലെങ്കിൽ കഥയാണ് പ്രാധാന്യം, അല്ലെങ്കിൽ നല്ല ഒരു സിനിമയുടെ പിന്നിൽ ജനങ്ങൾ ഒന്നടങ്കം ഉണ്ടാകും എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളെല്ലാവരും കൂടെ നിന്നതിൽ ഒരുപാട് സന്തോഷം. അതേസമയം സ്ഥിരം നായക സങ്കല്പങ്ങൾ മാറ്റിമറിച്ച് നായകനായി എത്തി ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയ വിഷ്ണു ചിത്രത്തിന്റെ വിജയത്തിൽ പ്രേക്ഷകരോടുള്ള നന്ദി അറിയിച്ചു. ഇതൊരു സാധാരണക്കാരന്റെ കഥ പറയുന്ന സിനിമയാണ്. അതിൽ സാധാരണക്കാരായ എന്നെ കാസ്റ്റ് ചെയ്താൽ മതി നിക്ക തീരുമാനിച്ചെടുത്താണ് ഇതിന്റെ ട്വിസ്റ്റ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കാണുന്ന ആൾക്കാരുടെ ഈ സന്തോഷം കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷമുണ്ട്. നായകനായി എത്തിയ വിഷ്ണു തന്നെയാണ് സിനിമയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ എന്നതും ശ്രദ്ധേയമാണ്. സ്ക്രീനിൽ കണ്ട നായകനെ ചിത്രം കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നേരിൽ കാണാനായതോടെ ആരാധകാവേശം തിരതല്ലി. പിന്നീട് നായകനും സംവിധായകനുമൊപ്പം സെൽഫിയും ഫോട്ടോയുമെല്ലാം എടുക്കാനായി തിക്കും തിരക്കിലുമായി തിയേറ്റർ അങ്കണം. ഒടുവിൽ ആരാധകർക്കൊപ്പം ചിത്രം കണ്ട ശേഷമാണ് ഇരുവരും തിയേറ്ററിൽ നിന്നും മടങ്ങിയത്. TCV തൃശൂർ. ഏനാമാവ് പറപ്പൂർ കോൾ മേഖലയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന കുളവാഴയും ചണ്ടിയും മീൻപത്തായങ്ങളും നീക്കം ചെയ്യാൻ കർഷകരും കർഷക തൊഴിലാളികളും മുന്നിട്ടിറങ്ങി. ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം എത്താത്തത് മൂലം മേഖലയിലെ 1000-ഓളം ഏക്കറിലെ നെൽകൃഷി നാശത്തിന്റെ വക്കിലാണ്. അടിയന്തര നടപടിക്കായി മന്ത്രിതലത്തിൽ നിർദ്ദേശം ലഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അനക്കമില്ല. ഇതിൽ രോഷാകുലരായ കർഷകർ കുളവാഴയും ചണ്ടിയും നീക്കാൻ രംഗത്തെത്തുകയായിരുന്നു. ഹെർബർട്ട് കനാൽ ഭാഗത്തെ തടസ്സങ്ങളാണ് കർഷകർ നീക്കം ചെയ്യുന്നത്. ഉടൻ വെള്ളം ലഭ്യമായില്ലെങ്കിൽ കളക്ടറേറ്റ് ഉപരോധമടക്കമുള്ള സമരമാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ഭാരവാഹികളായ NK സുബ്രഹ്മണ്യനും K പരമേശ്വരനും പറഞ്ഞു. തിരുവത്ര കോട്ടപ്പുറം മത്തി കായലിനോട് ചേർന്ന തോട്ടിലും റോഡിലും വൻതോതിൽ കക്കൂസ് മാലിന്യം തള്ളിയത് ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നു. കോട്ടപ്പുറത്തിനും പുത്തൻകടപ്പുറത്തിനും മധ്യഭാഗത്ത് സ്കൂൾ പരിസരത്തിനടുത്തായാണ് ജലസ്രോതസ്സുകൾ മലിനമാകുന്ന തരത്തിൽ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളിയത്. സാമൂഹിക ദ്രോഹികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് DYFI ചാവക്കാട് വെസ്റ്റ് കമ്മിറ്റി നഗരസഭാ അധികൃതർക്കും DMOയ്ക്കും പരാതി നൽകി. നാട്ടിക ബീച്ച് ആരിക്കരി ക്ഷേത്രത്തിന് സമീപം പിതാവിനെ തേടിയെത്തിയ 2-അംഗ സംഘം 6.5 വയസ്സുകാരിയായ മകളെ മർദ്ദിച്ച സംഭവത്തിൽ വലപ്പാട് പോലീസ് കേസെടുത്തു. നാട്ടിക സ്വദേശികൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമം അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ഏതാനും ദിവസം മുൻപാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ പിതാവിനെ മുൻപ് മർദ്ദിച്ചിരുന്ന ആളും സുഹൃത്തുമാണ് ഇവരുടെ വീട്ടിൽ എത്തിയത്. പിതാവ് വീട്ടിൽ ഇല്ലെന്ന് അറിയിച്ചതോടെ ഇരുവരും പെൺകുട്ടിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. കുട്ടി നിലവിളിച്ചതോടെ ഇരുവരും ബൈക്കിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഏകപാത്ര പെൺനാടകമേളയായ ഏകാംഗനാംഗത്തിന് തൃശൂരിൽ തുടക്കമായി. സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ അക്കാദമി ചെയർപേഴ്സൺ KPSC ലളിത ഏകാംഗ വനിതാ നാടകമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അക്കാദമി വൈസ് ചെയർമാൻ സീവർ പുൽപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ TA ഉഷാകുമാരി, നാടകകൃത്തും അഭിനേത്രിയുമായ ശ്രീജ ആറങ്ങോട്ടുകര, അക്കാദമി ഭാരവാഹികളായ മധു, രാജീവ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നോട്ട് ഓൺ ചായ് മേളയിലെ ആദ്യ നാടകമായി അരങ്ങേറി. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഏകാംഗ പെൺ നാടകമേളയിൽ 10 അവതരണങ്ങളാണ് അരങ്ങേറുക. മണലൂർ പഞ്ചായത്ത് ഭരണസമിതിക്കിടെ നാടകീയ രംഗങ്ങൾ. പഞ്ചായത്തിന്റെ കോൺഫറൻസ് ഹാളിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഭരണസമിതി യോഗത്തിനിടെ KCB കരാർ തൊഴിലാളികൾ കുടുംബസമേതം എത്തുകയായിരുന്നു. കഴുത്തിൽ കുരുക്കിട്ട് അതിക്രമിച്ചു കയറിയ ഇവർ യോഗ നടപടികൾ അലങ്കോലപ്പെടുത്തുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു. ഇതോടെ യോഗാധ്യക്ഷ സീതാ ഗണേഷ് യോഗം നിർത്തിവെക്കുകയും അന്തിക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയുമാണ് ഉണ്ടായത്. ചേർപ്പ് CI മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം എത്തിയാണ് അതിക്രമിച്ചു കടന്നവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത്. പഞ്ചായത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന 2 കരാർ തൊഴിലാളികളായ കണ്ടശംകടവ് പാലാഴി പനങ്ങത്ത് വീട്ടിൽ അനൂപ്, താനാംപാടം പെരുമ്പടി വീട്ടിൽ അരവിന്ദൻ എന്നിവരും
BJP പ്രവർത്തകരായ സജീവൻ, ശിവരാമൻ എന്നിവരുടെയും നേതൃത്വത്തിലാണ് സമരത്തിനെത്തിയത്. ഈ പഞ്ചായത്ത് പറയുന്നത് കഴിഞ്ഞാൽ ഞങ്ങളെ രണ്ടുപേരെ വർക്ക് ചെയ്യാൻ പഞ്ചായത്തിൽ അനുവദിക്കില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. അത് പഞ്ചായത്ത് മീറ്റിങ്ങിലും പഞ്ചായത്ത് കമ്മിറ്റിയിലും നമ്മുടെ പ്രസിഡന്റ് ഇതായിട്ട് പറഞ്ഞു, അനൂപിനെയും അരവിന്ദനെയും വെച്ചിട്ട് ഈ പഞ്ചായത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന്. അത് ഈ ന്യായമായ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതില്ല. ഞങ്ങൾ വർക്ക് നിഷേധിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളുടെ കുടുംബവും അതിന് വേണ്ടിയിട്ടാണ് ഒരു പരാതി കൊടുക്കാനാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിലേക്ക് കയറി വന്നത്. അപ്പം ഞങ്ങളെ യുദ്ധമായിട്ട് ഇറക്കി വിടുക ചെയ്തത്. ചൊവ്വാഴ്ച രാവിലെ 11:30 ആരംഭിച്ച നാടകീയ രംഗങ്ങൾ വൈകിട്ട് 2:30 നടന്ന അറസ്റ്റോടെയാണ് അവസാനിച്ചത്. കരാർ തൊഴിലാളികൾ 2 പേരും കയ്യിൽ കരുതിയിരുന്ന പ്ലാസ്റ്റിക് കയർ കൊണ്ട് കുരുക്കുണ്ടാക്കി കഴുത്തിലണിഞ്ഞു. മണലൂർ സ്വദേശി പ്രശാന്ത് എന്ന കരാറുകാരന്റെ കീഴിൽ 6 വർഷമായി അനൂപും അരവിന്ദനും ജോലി ചെയ്തു വരുന്നു. എന്നാൽ തൊഴിലാളികൾ കൃത്യമായി ബൾബുകളും ട്യൂബുകളും മാറ്റിയിടുന്നില്ലെന്നും അറ്റകുറ്റപ്പണികൾ സമയത്തിന് നടത്താറില്ലെന്നും വാർഡംഗങ്ങളും നാട്ടുകാരും ഒരുപോലെ നിരന്തരം പരാതിപ്പെട്ടിരുന്നുവെന്ന് പ്രസിഡന്റ് സീതാ ഗണേഷ് പറഞ്ഞു. വളരെ മോശമായ രീതിയിൽ അവരുടെ കുടുംബാംഗങ്ങളും BJP പ്രവർത്തകരായ സുധീർ പൊറ്റക്കാട്ട്, അതുപോലെ സജീവൻ കാരമുക്ക്, ശിവരാമൻ കണിയാമ്പറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വന്ന് ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്തുകയും വളരെ മോശമായ രീതിയിൽ അത് അലങ്കോലപ്പെടുത്തുകയും ഭരണസമിതി യോഗം ഇന്ന് പിരിച്ചുവിടുകയുമാണ് ഉണ്ടായത്. ഈ പ്രവർത്തനത്തിനെതിരെ നിയമപരമായി നടപടിയെടുക്കണമെന്ന് പോലീസ് ഞങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞു. കരാർ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതോടെ പഞ്ചായത്തിന്റെ മുറ്റത്ത് നിവർന്നു കിടന്ന BJP പ്രവർത്തകനായ സജീവൻ കാരമുക്ക് പോലീസിനെ തടസ്സപ്പെടുത്തി. മറ്റൊരു പ്രവർത്തകനായ ശിവരാമനും പോലീസിനെ തടയാനെത്തിയതോടെ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് 3 മണിക്കൂർ നീണ്ട നാടകീയ രംഗങ്ങൾക്ക് അവസാനമായത്. TCV അന്തിക്കാട്. 26ാമത് തൃശൂർ ജില്ലാ സഹോദയ അത്ലറ്റിക് മീറ്റിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. ശ്രീകൃഷ്ണ കോളേജ് പ്രിൻസിപ്പൽ D. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. 66 സ്കൂളുകളിൽ നിന്നായി 2000-ൽ പരം അത്ലറ്റുകൾ മീറ്റിൽ പങ്കെടുക്കും. ഡോക്ടർ KS ഹരിദയാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയ്സൺ ചാക്കോ, N. സരിത തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കറൻസി ക്ഷാമം തുടരുന്നു. പുതിയ 500 രൂപ നോട്ടുകൾ ബാങ്കുകളിൽ ലഭ്യമാകുന്നില്ല. നോട്ട് പ്രതിസന്ധി മൂലം ജില്ലയിലെ ചിട്ടിക്കമ്പനികൾ പ്രതിസന്ധിയിൽ. കൊടുങ്ങല്ലൂരിൽ ചികിത്സയിലുള്ള ദളിത് നേതാവ് അനിൽകുമാർ പോലീസ് കാവലിൽ. നിലമ്പൂർ ഏറ്റുമുട്ടലിന്റെ പേര് പറഞ്ഞ് പോലീസ് അന്യായമായി പീഡിപ്പിക്കുകയാണെന്ന് അനിൽകുമാർ. പീഡനക്കേസിൽ പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കുന്നുകുളം സ്വദേശി അറസ്റ്റിൽ. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ ആൾ പുതുക്കാട് പോലീസിന്റെ പിടിയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണത്തിനായി കാലഘട്ടം കാത്തിരിക്കുകയാണെന്ന് CPI ദേശീയ കൗൺസിൽ അംഗം ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേർപെട്ടത് നിർഭാഗ്യകരമാണെന്നും ബിനോയ് വിശ്വം. മണ്ണുത്തി വടക്കുംചേരി റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത സംബന്ധിച്ച പരാതിയിൽ ദേശീയപാത അധികൃതരോട് ഹൈക്കോടതി വിശദീകരണം തേടി. 10 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് കോടതി. ഇരിങ്ങാലക്കുടയിൽ റേഷൻ വിതരണത്തിനായുള്ള മണ്ണെണ്ണ ഗോഡൌണിൽ വിജിലൻസ് റെയ്ഡ്. അനധികൃതമായി കടത്താൻ ശ്രമിച്ച മണ്ണെണ്ണ പിടിച്ചെടുത്തു. ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.